കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം എന്ന് കാണുന്നു. പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, ഇന്ന് നാം ലോകത്ത് നോക്കുമ്പോൾ ഓരോരുത്തരും വീട്ടിൽ മാതാപിതാക്കൾ പറയും, മക്കൾ എന്നെ ഓർക്കുന്നില്ല, മക്കൾ പറയും മാതാപിതാക്കൾ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ഫ്രണ്ട് ഓർക്കുന്നില്ല എന്ന് വിഷമിക്കുന്നവരാണ് അനേകർ. പക്ഷേ നാം കർത്താവിന് ഒന്നും ചെയ്യാതിരുന്നിട്ടും കർത്താവ് നമ്മെ ഓർത്തുകൊണ്ടിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ പറയുകയാണ്. എൻ്റെ ദൈവമക്കളെ, നാം കർത്താവ് ഓർക്കുന്നതോളം നാം ഒന്നും കർത്താവിന് ചെയ്തിട്ടില്ല. പക്ഷേ ദൈവം നമ്മെ എപ്പോഴും, മനുഷ്യപുത്രന്മാരെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഇരുന്ന് സഹായിക്കുന്നു. അതുകൊണ്ട് നാം ഈ ജീവിതയാത്രയിൽ ഒരിക്കലും നമ്മോട് കൂടെ ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ തനിച്ചായിപ്പോയി, എന്നെ ഓർക്കുവാൻ ആരും ഈ ഭൂമിയിലില്ല എന്ന് നാം വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനും അത്യാവശ്യത്തിനും അപ്പുറമായി നടത്തുന്ന ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മുടെ അടുക്കലുണ്ട്. നിർബന്ധമായിട്ടും അവൻ അന്ത്യം വരെ നമുക്കായി കരം പിടിച്ച് വഴി നടത്തുകയും ചെയ്യും. ആയതുകൊണ്ട് ഏത് കഷ്ടങ്ങളിലും ഏത് പ്രയാസങ്ങളിലും നമ്മെ ഓർക്കുന്ന നമ്മുടെ കർത്താവിനെ നാമും ഓർത്ത് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വചനം അയച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹമായ കർത്താവേ, ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, തന്നെ ഓർക്കുവാനോ തനിക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യുവാനോ ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന നിൻ്റെ പൈതലോട് നീ കരുണ ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് തന്ന എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ വിശ്വസിച്ച് ദൈവമേ, കുഞ്ഞുങ്ങളപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, അപ്പോൾ നിൻ്റെ വലത് കരം പിടിച്ച് കർത്താവ് നിൻ്റെ രാജ്യത്തിൽ വരുന്നതുവരെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.